തിരുവല്ലയിൽ 19-കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി. തിരുവല്ല കുമ്പനാട് സ്വദേശി അജിൻ റെജി മാത്യു ആണ് പ്രതി. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി 2-2 വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി കോടതി മറ്റന്നാൾ പറയും. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനായിരുന്നു ഐരൂർ സ്വദേശി കവിതയെ കൊലപ്പെടുത്തിയത്. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രതി കുമ്പനാട് സ്വദേശി അജിൻ റെജി മാത്യു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് കവിതയുടെ കുടുംബം ആവശ്യപ്പെട്ടു. മോക്ക് ആക്സിഡന്റ് പറ്റി ചെല്ലാനാണ് ഇതില്ലായില്ല. സാക്ഷികളും സാഹചര്യ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്നും പരമാവധി ശിക്ഷ ലഭിക്കണമെന്നും അഭിഭാഷകൻ പറഞ്ഞു. ഈ പ്രതി നിരന്തരം കുട്ടിയെ ശല്യപ്പെടുത്തുമായിരുന്നു. തുടർന്ന് 12/3/2019 രാവിലെ ഒരു 9:15 മണിയോടുകൂടി തിരുവല്ലയിൽ വെച്ച് പെൺകുട്ടിയെ തടഞ്ഞു നിർത്തുകയും പിന്നീട് കുത്തുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ഇന്ന് ആ എല്ലാ ഒഫൻസുകളും പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്ന എല്ലാ ഒഫൻസുകളും പ്രതിക്കെതിരെ കണ്ടെത്തിയിട്ടുണ്ട്. പരമാവധി ശിക്ഷ കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. 2019 മാർച്ച് 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കവിതയും പ്രതി അജിൻ റെജി മാത്യുവും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. അജിന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതോടെ തിരുവല്ല KSRTC സ്റ്റാൻഡിന് സമീപം വഴിയിൽ തടഞ്ഞു നിർത്തുകയും കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കുത്തുകയും ചെയ്തു. ശേഷം കയ്യിലുണ്ടായിരുന്ന 3 പെട്രോൾ കുപ്പികളിൽ ഒന്നിൽ നിന്ന് കവിതയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ഓടിക്കൂടിയ നാട്ടുകാരാണ് കവിതയെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് കൊണ്ടുപോയെങ്കിലും മരിച്ചു. നാട്ടുകാർ തന്നെ അജിനെ പിടികൂടി പോലീസിന് കൈമാറി. പ്രതിയായ അജിൻ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങളും പണം നൽകാൻ ATM കാർഡ് സ്വൈപ്പ് ചെയ്ത വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. കുടുംബത്തിന്റെ 6 വർഷത്തെ നിയമപോരാട്ടത്തിനൊടുവിലാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ മരണമൊഴി ഉൾപ്പെടെ കേസിൽ നിർണായകമായി. മറ്റന്നാളാണ് ശിക്ഷാവിധി. പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെയും പ്രതീക്ഷ. പത്തനംതിട്ടയിൽ നിന്നും അഫ്സലാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.